ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അനുവിനെ കാണാനാണ് ഇവിടെ വന്നത്. അനുവിൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ അനുവിന് എന്താണെന്ന് വെച്ചാൽ പല്ല് കുറച്ച് ഉന്തിയ പോലെയാണ്. മാത്രമല്ല പഠന വൈകല്യമുണ്ട്. MR ആണ് സർട്ടിഫിക്കറ്റിൽ UDID കാർഡിലുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ഉള്ളിലേക്ക് പോയിട്ട് ചോദിക്കാം. വാ, ഇതാണ് കേട്ടോ അവരുടെ വീട്. അച്ഛാ, ഇത് അച്ഛനാണ്, പേര് മോഹനൻ. ഇതാണ് അനു. എന്തൊക്കെയാണ്, സുഖല്ലേ? ഇത് അമ്മേന്റെ പേരെന്താ? ഓമന അല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അച്ഛാ, അപ്പോ അനുവിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? അനുവിന് ചെറുപ്പം മുതൽ ഒരു പഠന വൈകല്യം, അതേ ഉള്ളൂ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പഠന വൈകല്യം SLC വരെ പാസ്സായി. ഇപ്പൊ നമ്മളെ സർട്ടിഫിക്കറ്റിൽ MR ആണെങ്കിലും അങ്ങനെ MRന്റെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല. അപ്പൊ നേരത്തെ ഈ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് മറ്റ് സ്പെഷ്യൽ സ്കൂളിലൊന്നും വിടരുത്, ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുവന്ന്. അങ്ങനെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സ്പെഷ്യൽ സ്കൂളൊന്നും പഠിച്ചില്ല. ഇല്ല. അതെ. അനു, എന്തൊക്കെയാണ്, സുഖല്ലേ? അനുവിന് ദൈവം നല്ല ഹൈറ്റ് തന്നിക്ക് അനുഗ്രഹിച്ചിട്ട്. അപ്പൊ അച്ഛൻ പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണ് അല്ലേ? എവിടെയായിരുന്നു? ഞാൻ പള്ളിക്കത്തോട് റിട്ടയർ ചെയ്തു. സ്റ്റേഷനിൽ. ഇപ്പൊ എത്രയായി റിട്ടയർ? ഇപ്പം 10 വർഷമായി റിട്ടയർ ചെയ്ത്. 10 വർഷമായി അല്ലേ? ശരി. നിങ്ങൾക്ക് എത്ര മക്കളാ? 2 മക്കള്. എന്റെ ഒരാളൂടെ ഉണ്ട്. പുള്ളി അനിയനാ. വിവാഹം കഴിഞ്ഞോ? ഇല്ല. പുള്ളി BCom കഴിഞ്ഞ് പിന്നെ പുള്ളി CCTV വർക്കിനൊക്കെ ഇങ്ങനെ പോകുന്നു. വേറെ നല്ല പരിപാടി കിട്ടിയില്ല. അതെ. അനു ഇവിടെ അടുത്തായിരുന്നോ സ്കൂള്? എടക്കാട് അല്ലേ? അതിനുശേഷം 10ാം ക്ലാസ്സിന് ശേഷം വേറെ എന്തെങ്കിലും ജോലി പഠിക്കാൻ പോയിരുന്നോ? ഇല്ല, പോയില്ല. അതോടെ നിർത്തിയാണ് അല്ലേ? അനു എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ എല്ലാ പണിക്കും പോകും. എല്ലാ നാടൻ പണികൾ അല്ലേ? കൃഷിപ്പണി, മറ്റു പണികളൊക്കെ. കമ്പനി പണിയൊന്നും അല്ലെന്നുള്ളതേ ഉള്ളൂ. അതെ. എന്ത് ജോലി കിട്ടിയാലും ചെയ്യും. അതെ, തീർച്ചയായിട്ടും. അമ്മ, നമ്മള് കല്യാണ ആവശ്യത്താണല്ലോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നേ. അപ്പൊ നമ്മള് പിന്നെ വീഡിയോ എടുക്കുമ്പോ പല സ്ഥലത്തുനിന്നും ആളുകൾ വിളിക്കൂ. നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടാവും? ദൂരപ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം, പള്ളിക്കത്തോട്, പാല, പിന്നെ കറുകച്ചാൽ, ഇങ്ങനെ കോട്ടയം ജില്ലേന്റെ ഉള്ളിൽ തന്നെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ദൂരം കിട്ടുവാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാലേ നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ. എന്നാലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ല ആലോചനകൾ വരട്ടെ അല്ലെ? കോളുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചിട്ട് ചെയ്യാം അല്ലെ? അനുവിന് ഇപ്പോ 30 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാനോ? 25 to 29 വയസ്സിലാ? അതെ. അനു എന്തെങ്കിലും ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ടോ? ഇല്ല. മെഡിസിൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു കേൾവിന്റെ വിഷയമുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ഉറക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. ഇവിടെ ഒരു ഹോൾ വന്നാ ചെവിക്ക്, അത് കഴിഞ്ഞപ്പോ മുതലാ. അതെ. കുഴപ്പമില്ല. നേരിട്ട് സംസാരിക്കുമ്പോ കുറച്ച് ഉറക്കെ സംസാരിക്കും അല്ലേ? അതെ. 30 വയസ്സിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോ വെച്ചാ 29 വയസ്സിന്റെ ഒരു ഉള്ളിലാകുമ്പോ ഡിവോഴ്സ് ആയവര് അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കുവോ? അങ്ങനെയുള്ള ആലോചന നമ്മൾ പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിള്ളേരില്ലാത്തതാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം, നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും കോളുകൾ വരട്ടെ, വരാതായി പോണ്ട. എന്തായാലും നമ്മൾ ഇതിൽ പറഞ്ഞെന്ന് വിചാരിച്ച് അങ്ങനെ വിവാഹം എന്നല്ല. ഇപ്പൊ ആദ്യ വിവാഹം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പൊ നല്ലൊരു ആലോചന എങ്ങനെയാണോ അങ്ങനെ നമ്മൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് കുഴപ്പമില്ല. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ചെറിയ രീതിയിൽ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിൽ അനുവിനെ പോലെ അതുപോലെ പഠന വൈകല്യം അങ്ങനത്തെ നമുക്ക് ശരിയാവില്ല അല്ലേ? അപ്പൊ അനുവിന് എഴുതാനും വായിക്കാനും ഒട്ടും അറിയില്ലല്ലോ? എഴുതാൻ കുറച്ചറിയാൻ എന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ അത് നോക്കാത്തോണ്ട് അങ്ങനെ കൂടുതൽ. അതെ. ഈ പല്ലിന് നമുക്ക് ക്ലിപ്പ് ഇടാൻ പറ്റില്ലേ? പല്ലിന് ക്ലിപ്പ് ഇടാനായിട്ട് ഒരുപാട് നടന്നതാ.
അത് ശരിയാകത്തില്ല. ഇവിടെ ഇത് ക്ലിപ്പിടാനുള്ള അണപ്പല്ലുകൾ ഇല്ല. അത് ഇടയ്ക്ക് പോയതാണ്. അത് കാരണം അത് നടന്നില്ല. അത് പലയിടത്തും പോയതാണ്. അത് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നു പറയാം. പിന്നെ ഉള്ള മറ്റേ ഇതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കും കമൻറ്റിലൊക്കെ, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ആ പല്ലൊന്ന് ക്ലിപ്പിട്ട് റെഡി ആയിക്കൂടെ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. അതുപോലെ നമ്മൾ വേറെ കുട്ടികളെ ഇടുമ്പോൾ അതിലും കമൻറ്റുകളൊക്കെ വന്നിരുന്നുണ്ട് ക്ലിപ്പിട്ട് പല്ല് റെഡി ആയിക്കൂടെ എന്നുള്ളത്. എല്ലാവർക്കും ക്ലിപ്പിടാൻ പറ്റൂല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. അവർക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു മക്കളെ കാണുമ്പോൾ നിങ്ങൾ അത് ചോദിക്കരുത് കേട്ടോ. കാരണം അത് അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അവർക്ക് അതിൽ ഒരു വിഷമം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കണം. അച്ഛാ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പം അനു ഇങ്ങനെ എല്ലാ പണിക്കും പോവും. പൈസ കൊണ്ട് കളയൊന്നുമില്ല, അങ്ങനത്തെ ഏർപ്പാടൊന്നുമില്ല. പണി കൊണ്ടിരുന്ന പൈസ അമ്മയുടെ കൊണ്ട് കൊടുക്കും. എല്ലാ പണിക്കും പോവും. അപ്പം ഇന്ന പണിയൊന്നൊന്നുമില്ല, കമ്പനി പണിയൊന്നും അല്ല. അതെ. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ ഇപ്പം ഇല്ല. നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമാന കൂടുതൽ കാരണം പെൻഷൻ കിട്ടുന്നില്ല. യശൻപുരം എന്ന് പറയാം. യശൻപുരം അതായത് കോട്ടയം ജില്ലയിൽ പാമ്പാടിയും യശൻപുരം. കോട്ടയത്തേക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരം ഉണ്ട് അല്ലേ? 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ. അപ്പൊ കോട്ടയം ജില്ലയാണെന്നേ ഉള്ളൂ അല്ലേ? ഇത് ഇടുക്കി ജില്ലേന്റെ സൈഡാണോ? അല്ലല്ല, ഇടുക്കിക്ക് മുണ്ടക്കയത്തിനപ്പുറം അവിടെ നിന്നാണ് പോകുന്നത്. ഇവിടുന്ന് മുണ്ടക്കയത്തിന് 40 കിലോമീറ്റർ ഉണ്ട്. അതെ. അപ്പൊ നമ്മള് എല്ലാത്തിന്റെ ഒരു മിഡിലായിട്ട് പാമ്പാടി എന്ന് പറഞ്ഞാൽ കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ ആണ്. അതെ. ഇപ്പൊ ഇവിടെ വരുമ്പോ 18 കിലോമീറ്റർ അതേ ഉള്ളൂ. അതെ. അച്ഛാ, നിങ്ങള് ഹിന്ദുവില് ഏതാ ജാതി? ഈഴവ അല്ലെ? ഇപ്പൊ നമ്മള് ജാതി നോക്കുന്നുണ്ടോ? ജാതിയൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കുന്നില്ല. അത് ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മള് കാര്യം ചോദിക്കണല്ലോ. അപ്പൊ ഏത് ജാതി ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അല്ലേ? അതെ, തീർച്ചയായും. ഈഴവയാണെങ്കിൽ സന്തോഷം. ഇനി മറ്റു ജാതിയാണ് നമുക്ക് അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അനുവിനെ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. അനുവിന്റെ ഹൈറ്റ് എത്രയാണ്? 180 സെന്റിമീറ്റർ. 180 അല്ലേ? അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനോട് കുറച്ച് ഹൈറ്റ് ഉള്ള അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? നമുക്ക് ഹൈറ്റിന്റെ കാര്യത്തിലൊരു ഇല്ല. അതെ. അപ്പൊ അനുവിന്റെ ഹൈറ്റ് പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് പെൺകുട്ടിക്ക് എത്ര ഹൈറ്റ് ആണെങ്കിലും വിഷയമില്ല. അപ്പൊ അനുവിന് നല്ലൊരു ഹൈറ്റ് ഉണ്ട് എന്നുള്ളത്. അനു ഒന്ന് എണീച്ചെന്നത് ഇതാണ് അനുവിന്റെ ഹൈറ്റ് ആണ്. ഇത്രയാണ് കേട്ടോ ഹൈറ്റ്. ഓക്കെ. അപ്പൊ ഏകദേശം നല്ല ഹൈറ്റ് ഉള്ള ഒരു ആള് തന്നെയാണ്. അപ്പോൾ അനുവിന് പ്രശ്നമല്ല ഹൈറ്റ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞാണെങ്കിലൊന്നും. പക്ഷെ വരുന്ന പെൺകുട്ടിക്ക് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് അല്ലേ? ഇരുന്ന് പിന്നെ അച്ഛാ, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പല സ്ഥലത്തുനിന്നും പല ടൈപ്പ് ആൾക്കാർ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരെ പറ്റി നല്ലപോലെ അന്വേഷിക്കണം. നമുക്ക് എനിക്കറിയില്ലല്ലോ ആരൊക്കെയാണ് വിളിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് തീരുമാനിക്കുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇവരെ പറ്റി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാം. നമ്മുടെ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിനും അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതിനൊക്കെ പരിമിതികളുണ്ട് ഒരുപാട്. നേരിട്ട് അന്വേഷിക്കുകയും വരികയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് വരിക, കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇപ്പോൾ അനുവിൻ്റെ എന്താണോ എനിക്ക് കറക്റ്റുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കറക്റ്റ് ബോധ്യപ്പെടണമെങ്കിൽ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് തേടാം. എന്താണ് അതിൻ്റെ അളവ് എത്രയാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തേടാം. കാരണം നമ്മൾ വീഡിയോയിലൂടെ അത് നമുക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പറയുന്നത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് വരേണ്ടിയിട്ടാണ്. കല്യാണം കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് പിന്നെ ഡിവേഴ്സോ അല്ല പിന്നെ ഇഷ്ടമില്ലാന്നോ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നോ അങ്ങനെയുള്ളതൊന്നും ആരും പറയരുത്. മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് വരിക. എല്ലാ കാര്യങ്ങളും പഠിച്ച് അവനെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വരിക. പിന്നെ ജീവിതകാലം മൊത്തം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആരോഗ്യപരമായിട്ടൊന്നും യാതൊരു വിഷയവും ഇല്ല. എന്ത് ജോലി ചെയ്യാനും ഓക്കെ ആണ് അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയ്ക്ക് പിന്നെ അവനെ നോക്കുന്ന ഒരു മോളെ തരണമെന്ന്. അതെ. ഇപ്പം മോൾക്ക് യാതൊരു പട്ടിണി അങ്ങനെയുള്ള ഒരു ഒന്നും ഉണ്ടാകത്തില്ല. അതിന് ഉറപ്പ് തരുന്നു. അതെ.
ഇപ്പൊ അനുവിന്റെ ജോലി കാര്യങ്ങളും ഒന്നും നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കണ്ട അല്ലെ? അതെ, വീട്ടിൽ കൊണ്ടുവന്ന അത് മിച്ചമാ. അതെ. കൃഷി അങ്ങനെ ഉണ്ടോ? ആ, ഇവിടെ അടുത്താ? ആ, റബ്ബറാ? അല്ല അത് നമ്മള് പാട്ടത്തിനെടുത്ത് ഇങ്ങനെ കൃഷി ഇപ്പൊ അച്ഛൻ കൃഷി നോക്കാണല്ലേ? ഫർണിച്ചറൊക്കെ ആണെങ്കിലും പണിവേ. ആ, ഈ കിടക്കുന്ന എല്ലാം ചേട്ടൻ പണിതിട്ടിരിക്കുന്ന. ആണാ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേ കാക്കിക്കുള്ളിലെ കലാകാരനല്ലേ? ജീവാങ്കോട്ട് പണിതിട്ട്. അപ്പൊ ഇതൊക്കെ പണിതാണ്. ഈ ചെയർ ഇതോ? ഇത് വാങ്ങിച്ചാണ് ആ, ഈ ജീവാങ്കോട്ട്. ആ, ഇതോ? കിണ്ടിയിരിക്കുന്നുണ്ടോ? ആ, അത് ശരി. അത് കാണിക്കേണ്ടത് തന്നെയാ. എന്നിട്ടാ ഇതെല്ലാം സൂപ്പർ. ആ, ഇത് അച്ഛൻ പണിതാണ് കേട്ടാ. ചേട്ടോട്ടുള്ളതാണ്. അതെ, സംഭവല്ലേ ഇങ്ങനെ സൂപ്പർ ആയിക്കല്ലോ. ഇതാ ഈ പോലീസ് ജോലിക്കടയിൽ ഇതൊക്കെ പഠിക്കാനടിയാ നേരെ നിങ്ങക്ക്. കൊറേയൊക്കെ കൊടുത്തു. തവികള് ഉണ്ടാക്കും. വേറെന്താ അവിടെ എന്താ ഉള്ള? ആ പോട്ടില്ലേ, ഫ്ലവർ പോട്ടാ? അടിപൊളി അടിപൊളി. അല്ല അച്ഛാ, ഇതൊക്കെ ഇതപ്പ ഇത് പഠിക്കാൻ സമയമായി പോലീസ് ജോലിക്കിടയില് പോലീസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ നമ്മള് മിക്കവാറും ഇതൊക്കെ ഇതിനൊക്കെ. ആ, അതെ, നമ്മളെ കഴിവുകള്. അതെ, നമുക്ക് ചെറിയ ഇതുണ്ടായിരുന്നു ഒട്ടിക്കൊക്കെ ഇത് പണിയാനുള്ള ഒരു ഇത് തീർച്ചയായും അതിനൊരു മനസ്സും അതിനൊരു താല്പര്യവും ഒക്കെ വേണല്ലോ. കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് സമയം മേലാത്തോണ്ടുള്ളൊരു കുഴപ്പമുള്ളൂ. അതെ 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 കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ 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 തീർച്ചയായും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളെ അനുവിന്റെ കല്യാണം റെഡി ആവട്ടെ. അനുവിന് എന്താ പറയാനുള്ളത്? പറമോനെ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ട, അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടാ? നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായാ മതി അല്ലേ? അതെ അതെ. പിന്നെ ഇവൻ വയലന്റ് അങ്ങനത്തെ ആ ടൈപ്പ് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ആ, അതൊന്നുമില്ല. അതെ അതെ. നമ്മള് ഒരു വിഷയമില്ല. ആ, ദേഷ്യം അങ്ങനെ ദേഷ്യം വരലുണ്ടാ? പുറത്തേക്ക് ഇറങ്ങുന്ന പുള്ളി ഒരു യാതൊരു കുഴപ്പമുള്ള ആളില്ല. പുറത്തേക്ക് അങ്ങനെ അതെ അതെ അല്ല ആരുമായിട്ട് മറ്റുള്ളവരോട് ഒഴിഞ്ഞ് സംസാരിക്കുക അങ്ങനത്തെ ഏർപ്പാടൊന്നും ഇല്ല. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവര് എന്നാ വെച്ചാൽ ചായ കൊടുക്കണം. അതെ, വന്നിരിക്കുമ്പോൾ ചായയും കൊടുക്കും, വല്ലതും ഉണ്ടെങ്കിൽ കഴിക്കാനും കൊടുക്കും. പിന്നെ മൊബൈലുമായിട്ടിരിക്കും. അതെ, പിന്നെ അത് കഴിയുമ്പോൾ ചോറ് കൊടുക്കും, കിടക്കും. രാവിലെ എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ പോകും. അതെ അതെ. നമുക്കൊരു ശല്യവും ഇല്ല. അതെ. എന്നാലും അമ്മ ഞാൻ ഇറങ്ങട്ടെ. അനു പോട്ടടാ. അച്ഛാ, ഓക്കെ, ശരി. അപ്പോൾ ഫ്രണ്ട്സ്, അനുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന നമുക്ക് വരണം. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഈ MR എന്ന് പറയുന്നത് മെൻ്റൽ ലിറ്ററേഷൻ, അത് പല രീതിയിലുണ്ട്. അപ്പോൾ ബുദ്ധിപരമായി ഈ MR ഉള്ള ഇത് തന്നെ MRൻ്റെ പല ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില MR ഉള്ള മക്കളാണെങ്കിൽ അവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും, ഒരു മൂകമായ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. ചിലർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല, അങ്ങനെയുള്ള ഉണ്ടാവും. അപ്പോൾ അത് ഇവൻ്റെ അനുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അനു പുറത്തൊക്കെ പോവും, ജോലിയൊക്കെ ചെയ്യും, അങ്ങനെ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഈ പല്ല് കുറച്ച് ഉന്തിയ പോലെയുള്ളത് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ജോലി ചെയ്യുന്നതിനോ അതിനുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വയലൻ്റ് ആവുക, അങ്ങനെ ദേഷ്യപ്പെടുക, അങ്ങനത്തെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പക്വതക്കുറവ്, തീർച്ചയായിട്ടും ഒരു പക്വതക്കുറവിൻ്റെ ഒരു കാര്യം ഉണ്ടാവും. പെട്ടെന്ന് ഒരാളോട് അമിതമായി സംസാരിക്കാനുള്ള വാക്കുകൾ കിട്ടാതെ. ഇപ്പോൾ സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ വാചാലനായി സംസാരിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. അവൻ്റെ കാര്യങ്ങൾ ചെയ്യുക സൈലൻ്റായിട്ട്, അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എന്നാണ് എനിക്ക് ഈ ചുരുങ്ങിയ സമയത്തിൽ മനസ്സിലായത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ഇവരെ വിളിക്കുക, ഇവിടെ വന്ന് അന്വേഷിക്കുക ഒക്കെ ചെയ്യുക. അച്ഛനിപ്പോൾ പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണെന്ന് പറഞ്ഞല്ലോ, 10 വർഷത്തോളമായി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയാണ് ഇവരത്. പിന്നെ ഒരിക്കൽ കൂടെ പറയാണ്, മാക്സിമം ഇരു കൂട്ടരും ഇവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ അന്വേഷിക്കണമെന്ന്. അപ്പോൾ വരുന്ന ആളുകളും അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അനു എന്താണ് എന്നുള്ളത് പഠിച്ചതിന് ശേഷം തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലിൽ പല തരത്തിലുള്ള ആളുകളുടെ വീഡിയോ പല സ്ഥലത്ത് പോയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അത് ജനങ്ങളിലേക്ക് എത്തി ജനകീയമായാൽ മാത്രമേ നമുക്ക് ഇവർക്കൊക്കെ പറ്റിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലാണ്. സാധാ ഒരു ചാനൽ കണ്ടു പോകും പോലെ നിങ്ങളിത് കണ്ടൊഴിവാക്കരുത്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ കല്യാണം നടത്താൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഫാക്റ്റ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയണം. ഇതിലിടുന്ന ഓരോ വീഡിയോസും
നമ്മുടെ വീട്ടിൽ ഒരു മക്കളുണ്ടെങ്കിൽ അവരെ വീഡിയോ ഇതിൽ ചെയ്യാനും നിങ്ങൾ മുമ്പോട്ട് വരണം. അതുപോലെ ഇതിലൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ആ പാർട്ട്ണർ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വീഡിയോ ഇതുവരെ നമ്മൾ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങളിത് എത്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിളിക്കുന്ന രീതിയിലേക്കൊക്കെ ആവണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ജനകീയമായ ഒരു ചാനലാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക, മനസ്സിലാക്കുക. എല്ലാവരുടെ കല്യാണം നമുക്കിതിലൂടെ നടത്തണം. ഒരുപാട് ആളുകൾക്ക് പാർട്ട്നേഴ്സിനെ കിട്ടണം. ഇതിൽ വീഡിയോ എടുത്തങ്ങ് പോവുക എന്നുള്ളതല്ല, അവരെ കല്യാണം നടക്കുമ്പോഴാണ് നമ്മൾ സക്സസ് ആകുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. കല്യാണം നടന്ന് അവർ ഹാപ്പിയായി ജീവിക്കുമ്പോഴല്ലേ അത് നിങ്ങൾക്കും എനിക്കുമൊക്കെ സന്തോഷമാവുക. നിങ്ങളും അതിന് കാരണക്കാരാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഓരോ ഷെയറും അത്രയും വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നുമില്ല. എത്രയും പെട്ടെന്ന് അനുവിൻ്റെ വിവാഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.